കാര്യങ്ങളൊക്കെ നോക്കാം. അതിന്റെ മുമ്പിട്ട് പ്രസന്റ് ചെയ്ത പ്രസന്റ് ചെയ്തിട്ടുണ്ടോ, കാണുന്നുണ്ടോ പറയണേ. ഓക്കെ അല്ല? എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കും. ഓക്കെ, ആന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നു. എന്നാ പിന്നെ ഞാൻ നമ്മളെ ഇന്നലത്തെ പ്രോളത്തിലേക്ക് കിടക്കാം. പ്രോളം ഞാൻ പിന്നെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ ഗ്രാഫൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഡിലീറ്റ് ആക്കി രണ്ടാമത് എഴുതി തന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലേക്ക് പോവാം. എന്താ നമുക്ക് നോക്കാനുള്ള മറ്റുള്ളത്. അത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് റെഫ്രിജറേറ്റർ തന്നെയാണ്. റെഫ്രിജറേറ്റർ വർക്കിംഗ് ഇൻ ബെൽ കോളിവാൻ സൈക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബെൽ കോളിവാൻ സൈക്കിൾ നമ്മൾ എവിടെ പഠിക്കുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിൽ. അതൊക്കെയാണ്. ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 1 ബാർ ആൻഡ് 15 ബാർ. 15 ബാർ. ഈ രണ്ട് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കംപ്രസറിന്റെ സ്റ്റാർട്ടിങ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ 1 ബാറും കംപ്രസർ കഴിഞ്ഞാൽ കിട്ടുന്ന പ്രഷർ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ 15 ബാറും ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ബെൽ കോളിവാൻ സൈക്കിൾ ആയാലും എന്ത് സൈക്കിൾ ആയാലും ആകെ 4 കമ്പോണന്റേ ഉള്ളൂ: കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്, ഇവാപ്പറേറ്റർ. പ്രഷർ വരുന്നത് എവിടെയാണ്? കംപ്രസറിന്റെ സ്റ്റാർട്ടിങ്ങിലും കംപ്രസറിന്റെ എൻഡിങ്ങിലും മാത്രമാണ്. അപ്പൊ അത് നമുക്ക് ഓക്കെ ആണ്. 1 ബാർ എന്ന് പറഞ്ഞാൽ എന്തായാലും കംപ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ കംപ്രസറിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും 1 ബാർ ഉണ്ടാവുക. 15 ബാർ എന്ന് പറഞ്ഞാൽ കംപ്രസർ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം കംപ്രസർ കഴിഞ്ഞാൽ പ്രഷർ കൂടും. അതുകൊണ്ട് 15 ബാർ. പിന്നെ പറയുന്നത് എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ. കോൾഡ് ചേംബർ അതായത് ഏറ്റവും തണുപ്പുള്ള ചേംബർ എവിടെയാണ്? ഏറ്റവും തണുപ്പുള്ളത് തണുപ്പുള്ള സ്ഥലം എന്ന് വെച്ചാൽ എപ്പോഴും ഇവാപ്പറേറ്ററാണ്. അതായത് ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് എപ്പോഴും തണുപ്പ് ഉണ്ടാവുക. അപ്പൊ കോൾഡ് ചേംബറിന് എയർ വലിച്ചിട്ടുണ്ട്. എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ അറ്റ് -10°C. ഇവാപ്പറേറ്ററിന്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്ന എയർ ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ എന്ന് വെച്ചാൽ ഇവാപ്പറേറ്ററിന് പുറത്തേക്ക് വന്നത് -10°C ഉള്ളത്. -10°C എയറിനെയാണ് നമ്മൾ വലിച്ചെടുത്തിട്ടുള്ളത്. ആൻഡ് എയർ കമ്മിങ് ഔട്ട് ഓഫ് കംപ്രസറിന് പുറത്തേക്ക് വന്ന എയർ ഈസ് കൂൾഡ് ടു, അതായത് കംപ്രസറിന് കഴിഞ്ഞ പാടല്ലേ, കംപ്രസറിന് പുറത്തേക്ക് വന്ന എയർ ഈസ് കൂൾഡ് ടു 50°C. പുറത്ത് വന്ന എയറിനെ തണുപ്പിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? കണ്ടൻസർ വിചാരിക്കണം. അങ്ങനെ കണ്ടൻസർ അത് തണുപ്പിച്ചിട്ട് 50°C നമുക്ക് 3 എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ഈ പോയിന്റ് തന്നിട്ടുള്ളത്. 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് വാല്യൂ തന്നിട്ടുള്ളത്. കാരണം നോക്കിക്കോ, എയർ കമ്മിങ് ഔട്ട് ഓഫ് കംപ്രസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഈസ് കൂൾഡ് ടു, അതായത് കംപ്രസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന സാധനം പിന്നെയും കൂൾ ചെയ്യാൻ ആരാ നമ്മൾ ഉപയോഗിക്കുന്നത്? കണ്ടൻസർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സാധനം ഈസ് കൂൾഡ് ടു 50°C. അപ്പൊ ഇതിന്റെ അകത്ത് കണ്ടൻസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സാധനത്തിനാണ് 50°C ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബിഫോർ എൻ്ററിങ് എക്സ്പാൻഷൻ വാൾവ്, അത് എക്സ്പാൻഷൻ വാൾവ് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് മൂന്നാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചർ. ഫൈൻഡ് തിയററ്റിക്കൽ COP ഓഫ് ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ COP കണ്ടുപിടിക്കാനാണ്. ഇതൊരു ബേസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതേ പ്രോബ്ലത്തിനകത്ത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടും ചെയ്യും. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക, എക്സാമിനൊക്കെ ചോദിക്കുക ആ ടൈപ്പ് ആയിരിക്കും. ഇത് ഞാനൊരു ബേസ് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ചിത്രം വരച്ചു. കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ വാൾവ് ഇവാപ്പറേറ്ററും ഒക്കെ വരച്ച് 1, 2, 3, 4 ഇതൊക്കെ എവിടെ വരുന്നു കാണിച്ചു കൊടുത്ത്, ഇതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ പ്രോസസ്സ് ഓരോന്നിലും നടക്കുന്നത്. നമുക്കറിയാം ബെൽ കോളിമാൻ സൈക്കിളാണ്. ബെൽ കോളിമാൻ സൈക്കിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
കാർനോട്ട് സൈക്കിൾ വെച്ചിട്ടല്ല. അപ്പം ബെൽ കോളിമാൻ സൈക്കിൾ ആണെന്നറിയാം. 1 നിന്ന് 2 എപ്പോഴും നടക്കുക ഐസെൻട്രോപിക് കംപ്രഷനാണ്, അതും അറിയാം. 2 നിന്ന് 3 കണ്ടൻസർ ആണ്, തണുപ്പിക്കലാണ്, അതായത് ഹീറ്റ് റിജക്ട് ചെയ്യലാണ് അറ്റ്മോസ്ഫിയറിലേക്ക്. അപ്പൊ 2 നിന്ന് 3 പ്രോസസ് എന്ന് വെച്ചാൽ ഐസോ ബാരിക്, അതായത് കോൺസ്റ്റന്റ് പ്രഷറിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഐസോ തെർമൽ ആയിട്ടൊന്നും നമുക്ക് ഹീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഐസോ ബാരിക് ആയിട്ടാണ് ഞാൻ ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 നിന്ന് 4 പ്രോസസ്സ് നമുക്കറിയാം ഐസെൻട്രോപിക് കംപ്രഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഷൻ സിലിണ്ടർ ചെയ്യുക ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പൊ 3 നിന്ന് 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലാക്കി. ലാസ്റ്റ് 4 നിന്ന് 1 ഐസോ ബാരിക് ആയിട്ട് ആണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അങ്ങനെ നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്തുള്ള ഇവാപ്പറേറ്റർ, നമ്മൾ ഭക്ഷണ സാധനങ്ങളുടെ അകത്ത് ഹീറ്റ് അത് അബ്സോർബ് ചെയ്യും. എങ്ങനെയാണ്, ഐസോ ബാരിക് ആയിട്ട്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ടി എസ് ഡയഗ്രം വരക്കലാണ്. ടി എസ് ഡയഗ്രത്തിന്റെ അകത്ത് നമുക്കറിയാം മലയുണ്ട്, അതും വരച്ചു. മല വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ഉണ്ടാവും, മലേന്റെ റൈറ്റ് സൈഡിലുണ്ടാവും. 1 നിന്ന് 2 നടക്കുന്ന പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസെൻട്രോപിക് ആണ്. അപ്പം കുത്തനെ മുകളിലോട്ടേക്ക് വരണം, കാരണം ടി എസ് ഡയഗ്രം ആണ്. അതുകൊണ്ട് 2 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 1ലും 2ലും ഒക്കെ എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ 1ഉം 2ഉം ഐസെൻട്രോപിക് ആയിട്ടാണ് നമ്മളിപ്പം പ്രോസസ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 1ഉം 2ഉം മാർക്ക് ചെയ്ത അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രഷർ മാർക്ക് ചെയ്യലാണ്. 1ലുള്ള പ്രഷർ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞു വന്ന് 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കോൺസ്റ്റന്റ് പ്രഷർ ലൈന് ഇങ്ങനെ ചെരിഞ്ഞു വന്ന് ഈ മലയിലുള്ളത് സ്ട്രെയിറ്റ് ആയി താഴ്ത്തി. 2ലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞു വന്നു മലയിൽ ടച്ച് ചെയ്തു, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നു താഴത്തേക്ക്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാന്ന്, 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബാർ ആണ്. ഇവിടെ കാണാം, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കുക, ബെൽ കോളിമാൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 1 ബാർ ആൻഡ് 15 ബാർ എന്നാണ്. അതായത് 1 ബാർ ഇവിടെയാണ് 1 ബാർ ഉള്ളത്. അപ്പൊ 2ൽ എത്ര ആയിരിക്കും, സ്വാഭാവികമായിട്ട് 15 ബാർ എവിടെയാണ് ഉണ്ടാവുക, 2ലായിരിക്കും ഉണ്ടാവുക. അയ്യോ, ഇപ്പൊ 2ലായിരിക്കും 15 ബാർ ഉണ്ടാവുക. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ്, എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ അറ്റ് -10°C എന്നൊക്കെ സോറി, നമുക്ക് ആദ്യം ഫിഗർ കംപ്ലീറ്റ് ആക്കാം, എന്നിട്ട് ബാക്കി പരിപാടിയാക്കാം. 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് മാർക്ക് ചെയ്തു. 2 നിന്ന് 3ലേക്കുള്ള പ്രോസസ്സ് ഐസോ ബാരിക് ഹീറ്റ് റിജക്ഷൻ ആണ്. ഐസോ ബാരിക് എന്ന് വെച്ചാൽ 2 പ്രഷർ മാറാൻ പാടില്ല. നമുക്കറിയാം ഈ മഞ്ഞ കളർ ലൈൻ എന്താണ്, ഐസോ ബാരിക് പ്രോസസ്സിന്റെ ആണ്. അപ്പൊ 2 നിന്ന് 3ലേക്ക് ഞാൻ വരിക, പ്രഷർ മാറുന്നേ ഇല്ല. അങ്ങനെ ഞാൻ 2 നിന്ന് 3ലേക്ക് എത്തി. എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്, മലേന്റെ ഉള്ളിലേക്കൊന്നും കയറേണ്ട ആവശ്യമില്ല, റൈറ്റ് സൈഡിൽ മാത്രമേ കളിയുള്ളൂ. നമ്മൾ ഈ മല ഞാൻ വെറുതെ വരച്ചതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ 2 നിന്ന് 3ലേക്കുള്ള പ്രോസസ് ഐസോ ബാരിക് ഹീറ്റ് റിജക്ഷൻ ആയി. ഇനി അടുത്തത് 3 നിന്ന് 4ലേക്കുള്ള പ്രോസസ്സ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അത് നമുക്കറിയാം എങ്ങനെയാണ്, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുണ്ട്, അതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്ന് വെച്ചാൽ കുത്തനെ താഴത്തേക്ക് വരിക. പറഞ്ഞിട്ട് പ്രഷർ കുറക്കുക, എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ പ്രഷർ കുറക്കലാണ്. 15 ബാറിൽ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ 15 ബാറിൽ ഉണ്ടായതാണ്, അതിനെ നമ്മൾ പ്രഷർ കുറച്ച് 1 ബാറിലേക്ക് തന്നെ എത്തിച്ച്. ഇതാണ് എന്തോന്ന് 4 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ് 4 to 1 ഐസോ ബാരിക് ഹീറ്റ് അബ്സോർപ്ഷൻ ആണ്. ഐസോ ബാരിക് ആയിട്ട് ഹീറ്റ് വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യാം. നമുക്ക് അബ്സോർബ് ചെയ്ത് നോക്കാം. 4 നിന്ന് തിരിച്ച് 1ലേക്കുള്ള പ്രോസസ്സ്, 4 നിന്ന് 1ലേക്കുള്ള പ്രോസസ്സ് നമ്മളെ ക്വസ്റ്റ്യൻ ആയി. ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഇതായി ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനമായി. ഇനി ഓരോ പോയിന്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ, അതായത് ഇവാപ്പറേറ്റർ അറ്റ് -10°C. ഇവാപ്പറേറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയ എയറിന് -10°C ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ എയറിന് ഈസ് ഡ്രോൺ ഫ്രം ഇവാപ്പറേറ്റർ അല്ലെ കോൾഡ് ചേംബർ ഈസ് അറ്റ് -10°C. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാവുന്ന ടെമ്പറേച്ചർ ഇത് എത്രയാണ്, -10°C ആണ്.
1 എന്ന് പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് പിന്നെ ആൻഡ് എയർ കമ്മിങ് ഔട്ട് ഓഫ് കംപ്രസർ ഇടുന്നു. ആൻഡ് എയർ കമ്മിങ് ഔട്ട് ഓഫ് കംപ്രസർ ഈസ് കൂൾഡ് ടു 50°C എന്ന് വെച്ചാൽ അത് ഏതാ പോയിന്റ്? കംപ്രസറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന എയറിനെ തണുപ്പിച്ചിട്ട് കിട്ടിയ എയറിന്റെ ടെമ്പറേച്ചർ 50°C എന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞ പോയിന്റ്. എനിക്കറിയാം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. 3 എന്ന് പറഞ്ഞ പോയിന്റിൽ 30°C ആണെന്ന് മനസ്സിലായി. കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ള COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുക. ഫസ്റ്റ് നമ്മളെ മെയിൻ 4 കമ്പോണന്റ് വെച്ചിട്ടുള്ള ഫിഗർ വരയ്ക്കുക. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ പ്രോസസ്സുകൾ ഉള്ളത് അത് മാർക്ക് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഗ്രാഫിലേക്ക് ചാടുക. ഇതും കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള. ഞാൻ അങ്ങോട്ടേക്ക് സിമ്പിൾ പരിപാടികളാണ്. റൈറ്റിലേക്ക് വിടാം. നമുക്ക് ഈ ഗ്രാഫ് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ് നോക്കിയിട്ടാന്നേ കളിയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഇടുന്ന നമുക്കറിയാം. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഇവിടുന്ന 4 1 കാരണം ആടെയാണ് ഇവാപ്പറേറ്റർ ഉള്ളത്. അപ്പം ഈ പച്ചക്കളർ സാധനം എന്ത് ക്യൂ അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമുക്കറിയാം. കണ്ടൻസർ വഴിയാണ് 2 3 ഇതാണ് ക്യൂ റിജക്ട് ചെയ്യുന്നു ഈ 2 സാധനം. പിന്നെ വർക്ക് ഡൺ എവിടെയാണ്? വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 അവിടെയാണ് കംപ്രസർ ഉള്ളത്. കംപ്രസറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ പ്രോബ്ലത്തിലേക്ക് എങ്ങനെ കടക്കാന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ നമുക്ക് അറിയുന്നത് 2 ടെമ്പറേച്ചർ മാത്രം, 1 3 നമ്മളെ ലക്ഷ്യം ഏതൊക്കെ പോയിന്റ് ഉണ്ടോ ആ പോയിന്റിലൊക്കെ ടെമ്പറേച്ചറും പ്രഷറും എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇനി അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഒന്നാമത്തെ കൊണ്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കെല്ലാം ഈ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രാഫിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും പ്രഷറും അറിയണം, ടെമ്പറേച്ചറും അറിയണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം വെറുതെ. 1 പ്രഷർ എത്രയാണ്? P1 എന്ന് പറയുന്നത് നമുക്കറിയാം 1 bar ആണ്, അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് 1 bar അവിടെ കിടക്കട്ടെ. P2 അറിയാം എത്രയാണ്? 15 bar ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. P2 എന്ന് പറഞ്ഞാൽ 15 bar ആണ്. P3 അറിയാം എത്രയാണ്? 15 തന്നെ അഗെയിൻ. ലാസ്റ്റ് P4 അറിയാം എത്രയാണ്? 1 bar, കാരണം 1 4 ഒരേ പ്രഷറാണ്. അപ്പൊ P1 P2 P3 P4 നമുക്ക് പ്രഷറൊക്കെ കിട്ടി, പ്രശ്നമില്ല. ടെമ്പറേച്ചറിന്റെ കാര്യം എടുത്ത് നോക്കിയാണ്. T1 അറിയാം എത്രയാണ്? -10°C ആണ്. -10°C എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കെൽവിനിലേക്ക് മാറ്റണം. അതായത് -10 + 273 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 273 അകത്തുനിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 263 കെൽവിൻ. ഓക്കെ, പക്ഷേ എങ്കിൽ T2 അറിയോ? T2 നമുക്ക് എവിടെയും തന്നിട്ടില്ല. ക്വസ്റ്റ്യനിലും തന്നിട്ടില്ല, നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ T2 നമ്മളെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നം. T3ന്റെ കാര്യം എടുത്തു. T3 എന്താ അവസ്ഥ? T3 തന്നിട്ടുണ്ട് 30°C ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ 30 + 273 30 ആയിരുന്നു. 30 അല്ലല്ലോ, 50°C എന്നല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ എഴുതിപ്പോ മാറിയതാണ്. 50 ആയിരുന്നേ, എഴുതിയപ്പോ മാറിപ്പോയത്. അപ്പം 50°C ആണ്. സോറി, അയ്യോ അങ്ങനെ പഠിക്കേണ്ട. ചെറിയൊരു പ്രശ്നം വന്നാൽ 50 അല്ല 30 അല്ല 50 ആയിരുന്നു അവിടെ നമുക്ക് എഴുതേണ്ടത്. അതുകൊണ്ടാണ് T3 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. T3 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എത്തുന്നത് 50°C. T3 = 50°C. അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
50 പ്ലസ് 275 കഴിഞ്ഞു. 773. ആ 273 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടി. എത്ര വരിക? 323 കിട്ടും. 323 കെൽവിൻ. T1 ആയി നമുക്ക് പ്രസന്റേഷൻ പോയിട്ടാണല്ലേ. ഒരു സെക്കൻഡ്. ഇപ്പം വരും. ഓക്കെ അല്ലേ? അത്രേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ എഴുതിയില്ല. T3 എഴുതിയത് മാറിപ്പോയത് 30 ഡിഗ്രി സെൽഷ്യസ് എഴുതിയോണ്ട് ഞാനത് മാറ്റിയെന്നേ ഉള്ളൂ. 50 ആക്കിയതാണ്. വേറെ ഒന്നും പറഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമുക്ക് T1 കിട്ടി. -10 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ആയിട്ടുണ്ട്. T2 നമുക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ ഒരു ചോദ്യം ആയിട്ട്. T3 നമുക്ക് അറിയാം 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്ത്. ലാസ്റ്റ് T4ന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? T4 എന്ന് പറഞ്ഞ ഇതിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. അതും ഒരു ചോദ്യമായിട്ട് അവിടെ കിടക്കാം. ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടുമില്ല. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തിലെയും പ്രഷറും എല്ലാ സ്ഥലത്തിലെയും ടെമ്പറേച്ചറും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 സ്ഥലത്തുള്ള ഇത് അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് നമ്മൾ COP-ലേക്കെല്ലാം അങ്ങ് എത്തണ്ടു. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് 2 ടെമ്പറേച്ചർ അല്ല, T2 T4 അറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഐസൻട്രോപിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ 1 നിന്ന് 2 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഐസൻട്രോപിക് ആണെന്ന് പറയാം. ഐസൻട്രോപിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊക്കെയാണ്. അതൊന്നും വലിയ സംഭവമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഐസൻട്രോപിക് പ്രോസസ്സിന്റെ പ്രത്യേകത വെച്ചാൽ PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഗാമേന്റെ വാല്യൂ അറിയാത്രയാണ്. ഗാമ എന്ന് വെച്ചാൽ 1.4 ആണ് എയറിന്റെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം. എയറിന്റെ പറയുന്നത് ഗാമ എന്ന് വെച്ചാൽ 1.4 ആണ്. അപ്പൊ ഐസൻട്രോപിക് പ്രോസസ്സിന് ഗാമയാന്ന് പറയാം. പോളിട്രോപിക് ഒക്കെ ആണെങ്കിൽ അത് PV റേസ് ടു N എന്ന് പറയാം. എന്നിന്റെ വാല്യൂ നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. അതാണ് പോളിട്രോപിക്. ഐസൻട്രോപിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗാമ മാത്രമേ പ്രോസസ്സ്. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളതാണ്. പോളിട്രോപിക് ആണ് ഈ എക്സ്പാൻഷൻ പ്രോസസ്സ് എങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുന്ന. എന്നിട്ട് നമ്മൾ PV റേസ് ടു N എന്ന് പറഞ്ഞാൽ കൊടുക്കുക. പോളിട്രോപിക് ഏത് വേണമെങ്കിലും വാല്യൂസ് വരാം. 1 വരാം, 1.2 വരാം, 1.3 വരാം, 1.4 വരാം. അത് ക്വസ്റ്റ്യനിൽ തരും എത്രയാണെന്നല്ലോ. തൽക്കാലം നമുക്ക് ഐസൻട്രോപിക് ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് മാത്രം നോക്കിയാൽ മതി. ഗാമേന്റെ വാല്യൂ 1.4 ആണെന്ന് അറിയാം ഐസൻട്രോപിക് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു റിലേഷൻ അറിയാം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ തോന്നുന്നു. എന്താണ്? ടെമ്പറേച്ചറിന്റെ ഇത് T1 ഡിവൈഡ് ബൈ T2. ഐസൻട്രോപിക് പ്രോസസ് നടക്കുന്നുണ്ട് 1 നിന്ന് 2ലേക്ക്. അതുകൊണ്ട് ഞാൻ T1 ബൈ T2 നടത്തും. അതെന്ന് വെച്ചാൽ എന്താന്ന്, പ്രഷറിന്റെ റേഷ്യോന് തുല്യമല്ല, അതിന്റെ റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ. ഇങ്ങനെയാണ്. ഈ ഒരു കാര്യം ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ്. മൈൻഡിൽ ഔട്ട് ആയിട്ടുണ്ടാവും എന്തായാലും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒന്നുകൂടെ പറയുന്നത്, ഐസൻട്രോപിക് ആ പ്രോസസ് എങ്കിൽ നമ്മൾ ആ പ്രോസസ് നടക്കുന്ന 1 നിന്ന് 2ലേക്ക്. അപ്പൊ ആ ടെമ്പറേച്ചറിന്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിന്റെ റേഷ്യോ റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഇക്വേഷൻ റിലേഷൻ എന്തായാലും അവിടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി ഇങ്ങനെ തന്നെ ആണെന്നില്ല, നമുക്ക് നേരെ തലയിരിച്ചിട്ട് എഴുതാം. എങ്ങനെയാ? T2 ബൈ T1 എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ T2 ബൈ T1 എടുത്ത് വെച്ചോ, പ്രശ്നമൊന്നുമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? P2 ബൈ P1 ആക്കിയാൽ മതി അപ്പർ സൈഡ്. ബാക്കിയെല്ലാം സെയിമാ. ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ തന്നെയാണ്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ എടുക്കാം. ഇപ്പൊ ഞാൻ T2 ബൈ T1 എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എന്റെ ലക്ഷ്യം T2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്. കാരണം എന്താ? കണ്ടാ മനസ്സിലാവും.
കാണിച്ചു തരാം. T2 എനിക്ക് അവിടെ തന്നെ വെക്കാൻ പറ്റും. T2 എനിക്ക് അനക്കേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് സൈഡിൽ. T1 മാത്രം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താ വരിക? P2 by P1 raised to gamma minus 1 divided by gamma into T1. ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒറ്റയടിക്ക് T2 കിട്ടും. നമുക്ക് T2 കണ്ടുപിടിക്കാം. സിമ്പിളാണ്. T2 is equal to P2 എനിക്കറിയാം 15 ബാറാന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ P1 എനിക്കറിയാം 1 ബാറാണ്. ഇത് റേസ് ടു ഗാമേന്റെ വാല്യൂ എനിക്കറിയാം 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 1.4 ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു T1 വാല്യൂ എനിക്കറിയാം എത്രയാണ് 263. ചെയ്താൽ T2 വാല്യൂ എത്ര കിട്ടും നോക്കിയേ. ഇത് ചെയ്താൽ എത്ര കിട്ടുക? ആരെങ്കിലും ഒന്ന് നോക്കണേ ദയവേത്. കാരണം എന്നോട് കാൽക്കുലേറ്റർ ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു. കോളേജിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ 15 ഈ 14 170 170 ആയിരിക്കില്ല. നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. കംപ്രസറിന്റെ ഓ എന്താ ടൈപ്പ് ചെയ്തോ 570.14. 570.14. ഓക്കെ താങ്ക്സ്. T2 കിട്ടി, ടെമ്പറേച്ചർ കിട്ടി. നെക്സ്റ്റ് ഇനി ഏത് ടെമ്പറേച്ചർ അറിയാത്ത T4 ആണ്. T4 കണ്ടുപിടിക്കാൻ എന്താ ഇതേ മെത്തേഡ്. T4 എന്ന് വെച്ചാൽ 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ് എന്താന്ന് നമുക്കറിയാം. ഐസെൻട്രോപിക് തന്നെയാണ്. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? PV raised ഗാമ is equal to കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതാൻ പറ്റും. എന്താ നമുക്ക് T4 ആണ് നമുക്ക് അറിയാത്തത്. T4 അറിയില്ലെങ്കിൽ T4 മുകളിൽ എഴുതാം. T4 by T3 is equal to എന്തായിരിക്കും? P4 by P3 raised to gamma minus 1 divided by gamma. അതായത് T4 നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താ? T4 is equal to P4 divided by P3 raised to gamma minus 1 divided by gamma into T3 എന്ന് കൊടുത്താൽ മതി. T3 ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ T4 ഒന്ന് കണ്ടുപിടിച്ചേ. P4 എത്രയാ? 4 പോയിന്റിൽ 1 ആണ് പ്രഷർ. P3 3 എന്ന് പറഞ്ഞ പോയിന്റിൽ 15 ആണ് പ്രഷർ. റേസ് ടു ഗാമ 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 1.4 ഇൻറ്റു T3 എത്രയായിരുന്നു? 323. എത്ര വാല്യൂ ഇട്ടോ നോക്കിക്കോ. T4 കിട്ടൂലേ? ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ആരൊന്നും പറയാത്തത്? 148.99. 148.99 149.99 കെൽവിൻ. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. നോക്കിക്കോ 149.99. അത് എവിടെയാണ്? T4. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ കാണിച്ചു തരാം. T4 പ്രത്യേകത എന്താണ്? T4 നമുക്ക് ഈ ഗ്രാഫിന്റെ അകത്ത് T4 എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള പോയിന്റ് ആണ്. അതായത് ഏറ്റവും മിനിമം ടെമ്പറേച്ചർ ഉള്ള സ്ഥലം. 149 അല്ലേ നമുക്ക് കിട്ടിയത്? 149 മറ്റേ -273 എടുത്ത് നോക്കിയാൽ നല്ല നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുക. അതായത് അത്രയും തണുപ്പ് കുറവായിരിക്കും. ഈ എക്സ്പാൻഷൻ വാൾ കൂടിയൊക്കെ വന്നിട്ട് 4 എന്ന് പറഞ്ഞ പോയിന്റിൽ അത്രയും തണുപ്പ് കുറവായിരിക്കും. എന്നാലേ നമുക്ക് തണുപ്പിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാരുടെ ചൂടെല്ലാം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ പ്രോബ്ലം ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്ത്? കാരണം നമുക്ക് അത്രയും ചെറിയ വാല്യൂ കിട്ടിയേ. കെൽവിനിലാണ്. 149.99 കെൽവിനാണ്. അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ നല്ല മൈനസ് വാല്യൂ കിട്ടുക.
കാരണം എന്താ 149.99 മൈനസ് 273 ചെയ്താൽ മനസ്സിലാവും. ഇപ്പൊ നമ്മളെ എല്ലാ പോയിന്റുകളിലും ടെമ്പറേച്ചർ ഒക്കെ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ള സിമ്പിൾ പരിപാടിയാണ് COP കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടില്ല. COP എങ്ങനെ കണ്ടുപിടിക്കല്? COP കണ്ടുപിടിക്കൽ എളുപ്പം. COP എന്ന് വെച്ചാൽ എന്താ? COP നമുക്ക് വേണ്ട എഫക്റ്റ്, ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ നമ്മൾ കൊടുത്ത വർക്ക് ഡിസൈഡ് എഫക്റ്റ് എന്താ നോക്കിക്കോ. ഡിസൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ Q അബ്സോർബ് ചെയ്തത്, എത്രത്തോളം Q അബ്സോർബ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ വർക്ക്. Q അബ്സോർബ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് മോഡ്യൂൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, mCp ഡെൽറ്റ ടി. Q അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കിക്കോ. 4-ന്ന് 1-ലേക്കാണ് ഹീറ്റ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ T1 മൈനസ് T4, കാരണം T1 ആണ് വലുത്. ഗ്രാഫ് കണ്ടാൽ അറിയാം 1-ലുള്ള വാല്യൂ വലുതാണ്. T1 മൈനസ് T4 നിർത്തും. mCp ഇൻറ്റു T1 മൈനസ് T4. ഇനി അടുത്തത് വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡൺ നോക്ക്, ഐസെൻട്രോപിക് പ്രോസസ് ആണ്. 1-ന്ന് 2-ലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെ നിങ്ങൾക്ക് Q റിജക്റ്റഡ് മൈനസ് Q അബ്സോർബ്ഡ് എന്ന് എടുക്കാം. അതുമല്ലേ നമുക്ക് ഡയറക്റ്റ് ഇവിടെ മറ്റേ വാല്യൂ തന്നെ ഇട്ട് കൊടുക്കാം, mCp വർക്ക് ഡൺ ചെയ്യുന്നത് 1-ന്ന് 2-ലേക്കാണ്. അപ്പൊ എന്താ? T2 മൈനസ് T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കോ. ആൻസർ എത്ര കിട്ടുന്നുണ്ട്? ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിനൊരു ഉത്തരം കിട്ടിയിട്ട് വേണം എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് പറഞ്ഞുതരാൻ. മുകളിലും താഴത്ത് M ഉണ്ട്, CP ഉണ്ട്. വെട്ടിക്കളഞ്ഞോ? അതൊന്നും വെറുതെ വാല്യൂ ഇട്ടിട്ട് കഷ്ടപ്പെടണ്ട. നമ്മളെ ലക്ഷ്യം COP കണ്ടുപിടിക്കാനാണ്. M നമുക്ക് അറിയാം, M നമുക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ, വെട്ടിക്കളഞ്ഞോ. കാരണം മുകളിലും താഴത്തുള്ള വാല്യൂ M തന്നെയാണ്, mCp എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോലെ. mCp ക്യാൻസൽ ആവും. ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രം എടുത്താൽ ഉത്തരം കിട്ടും. T1 മൈനസ് T4 ഡിവൈഡ് ബൈ T2 മൈനസ് T1 എന്ന് കൊടുത്താൽ മതി. ഒരു ഉത്തരം കിട്ടും. COP എത്രയാ? 4 എത്രയാടാ പറഞ്ഞ? കേട്ടില്ല. 0.46. 0.46. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. സാധാരണ നമ്മൾ കണ്ട വാല്യൂസിനൊക്കെ COP എന്ന് വെച്ചാൽ കുറച്ച് വലിയ വാല്യൂസ് ആയിരുന്നു കിട്ടല്. 1-ന് എബോവ് ആയിട്ടുള്ള COP ആണ് നമുക്ക് കിട്ടല്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 0.46 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒന്ന് വെച്ചിട്ട് അത് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ് ഒക്കെ ആയതുകൊണ്ട് അത് കുറച്ച് വാല്യൂസ് കുറഞ്ഞു പോയത്. ശരിക്കും ഇൻ റിയൽ ലൈഫിൽ അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. റിയൽ കേസിൽ റിയൽ ആയിട്ട് നടക്കുന്നത് ചിലപ്പം പോളിട്രോപിക് പ്രോസസ് ആയിരിക്കും. ഐസെൻട്രോപിക്കിന് പകരം പോളിട്രോപിക് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക. പോളിട്രോപിക് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ദിനര് പറഞ്ഞ സാധനം വരിക. PV⁻n is equal to കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് n is equal to 1.3 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും. ഇത് ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പൊ ശരിക്കും അടുത്ത ക്ലാസ് ഇതിന്റെ ആയിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി തന്നതാ. ഐസെൻട്രോപിക് ആയിട്ട് തന്നെ ഞാൻ എടുത്ത് മാറ്റി തന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് പോളിട്രോപിക് ആയിരിക്കും മിക്കവാറും തരും, ഐസെൻട്രോപിക് തരാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇത് മൈൻഡിൽ വെച്ചാൽ PV⁻n is equal to കോൺസ്റ്റന്റ് ആണ്. n-ന്റെ വാല്യൂ എന്തെങ്കിലും തരും, 1.3 1.35 അല്ലെങ്കിൽ 1.2 അല്ലെങ്കിൽ 1.7 എന്ത് വേണമെങ്കിലും തരാം. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ആൾക്ക് താല്പര്യമുള്ള പോലെ തന്നെ തരും. വ്യത്യാസമൊന്നുമില്ല. ഈ ഇക്വേഷൻ ഗാമക്ക് വരെ n ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ T4 ബൈ നമ്മൾ ആ റേഷ്യോ എടുക്കുന്ന ഇക്വേഷൻ ഇല്ല, അവിടെ n എത്രയാണോ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അതിൽ തല ഉണ്ടാക്കാൻ മാത്രം പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്.
ഈ ബെൽ കോളിമാൻ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ തിയറി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാണ്ടിരുന്നതാണ്. ബെൽ കോളിമാൻ സൈക്കിളിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്കറിയാം, ഇപ്പുറം കംപ്രസർ ഉണ്ട്, റൈറ്റ് സൈഡിൽ എപ്പോഴും കംപ്രസർ ഉണ്ട്, താഴത്ത് ഇവാപ്പറേറ്റർ ഉണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. കണ്ടൻസർ മുകളിലുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരുന്നു. റൈറ്റ് സൈഡിൽ ശരിക്കും ഉപയോഗിക്കുന്ന നമ്മളെ എക്സ്പാൻഷൻ ഡിവൈസ് എന്താ? ടർബൈനാണ്. എന്താണ്? ടർബൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ ടർബൈനാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സാധനവും ഒരേ ഷാഫ്റ്റിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കംപ്രസറും ടർബൈനും ഒരേപോലെയാണ് കറക്കുന്നുണ്ടാവുക. മനസ്സിലായ? അതേ ഉള്ളൂ പ്രത്യേകത. ഒറ്റ ഷാഫ്റ്റിലായിരിക്കും ഈ കംപ്രസറും ടർബൈനും കറങ്ങുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു സാധനത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡൈനാമോ ഇല്ലേ, വണ്ടീൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുള്ള ഡൈനാമോ നമ്മളെ വണ്ടീൻ്റെ ഓവറോൾ എഞ്ചിന്റെ എഫിഷ്യൻസി പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഡൈനാമോ ശരിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത്. ടയർ കാരണം ഇതാകുന്ന എനർജി മൈനസ് ആ ഡൈനാമോയിൽ നമുക്ക് കിട്ടുന്ന എനർജി ചെയ്താലല്ലേ നമുക്ക് മൊത്തം കിട്ടുക. അതല്ലെങ്കിൽ വേറെ ഡൈനാമോയെല്ലാം പൊട്ടും. ഒരു വലിയ ഒരാൾ, വേറൊരുത്തൻ, നമ്മള് കുന്നൊക്കെ കയറുകയെന്ന് വിചാരിക്കും. ഇവൻ കുന്ന് കയറണമെങ്കിൽ ഇവർ രണ്ടാളും സപ്പോർട്ടോട് കൂടിയിട്ടാണ് കയറുന്നതെങ്കിൽ ടോട്ടൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൈനസ് ഇത് കൊടുത്തൂടെ? അതായത് അത്ര എഫക്റ്റ് അവിടെ ആവശ്യമുള്ളൂ എന്നൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും കംപ്രസർ ഉണ്ട്. കംപ്രസർ വർക്ക് ചെയ്യുന്നതും ഇത് അതിനോട് തന്നെ ജസ്റ്റ് എന്തായാലും അത് കറങ്ങുന്നുണ്ട്. അപ്പം ടർബൈനും കൂടി അവിടെ അതേ ഷാഫ്റ്റ് വെച്ചെടുത്തു. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടിക്കോളും. പിന്നെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് പവർ വെച്ചിട്ടാണ്. ടർബൈൻ വർക്ക് ചെയ്യുന്നത് പവർ ഒന്നും വേണ്ട. അത് ഈ കംപ്രസറിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത പവറിൻ്റെ അകത്ത് നിന്ന് ചെറുങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളിപ്പം കംപ്രസറിന്റെ ആയിരുന്നു എടുത്തത്. കംപ്രസറിന്റെ മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അതല്ല ശരിക്കും ചെയ്യേണ്ടത്. വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിന്റെ വർക്ക് ഡൺ മൈനസ് ടർബൈൻ്റെ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസിന്റെ വർക്ക് ഡൺ എടുക്കണം. കാരണം എന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരേ ഷാഫ്റ്റിലാണ് കപ്പിൾ ചെയ്തിട്ടുള്ളത്. എക്സ്പാൻഷൻ ഡിവൈസ് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നമ്മളെ വർക്ക് ഡണ്ണിൻ്റെ അകത്ത് നിന്ന് നമുക്കത് മൈനസ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുത്ത വർക്കിന്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസിന്റെ വർക്ക് കുറക്കാൻ പറ്റും. എക്സ്പാൻഷൻ ഡിവൈസിന്റെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. mCp ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്? 3-4 എക്സ്പാൻഷൻ ഡിവൈസ് നടക്കുന്നത്. അപ്പോൾ T3 മൈനസ് T4 ഇതും കൂടി കൊടുക്കണം. ഏതിന്റെ കൂടെ? mCp ടർബൈൻ വർക്ക്, കംപ്രസർ വർക്ക് ചെയ്യുന്നത് T2 മൈനസ് T1. അപ്പോൾ ഓവറോൾ COP എന്ന് പറഞ്ഞാൽ ഇതാണ്. mCp Q അബ്സോർബ്ഡ് നടക്കുന്നത് T1 മൈനസ് T4. ഇതാണ് ശരിക്കും പറഞ്ഞ COP എന്ന് പറയുന്നത്. ബെൽ കോളിമാൻ സൈക്കിളിന്റെ COP എന്ന് പറയുന്നത്, ബെൽ കോളിമാൻ സൈക്കിളിന് മാത്രമേ ശരിക്കുള്ള COP എന്ന് പറഞ്ഞാൽ ഇതാണ്. കംപ്രസറിന്റെ വർക്ക് മൈനസ് എക്സ്പാൻഡറിന്റെ വർക്ക്. എക്സ്പാൻഡർ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അത് മൈനസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് COP കുറച്ചുകൂടെ ഹയർ വാല്യൂ കിട്ടും. അതാണ് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചെയ്ത പ്രോബ്ലം ലാസ്റ്റിലോട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Q അബ്സോർബ്ഡ്, കളർ മാറ്റാം, ഫുൾ ചോപ്പ് ആയിട്ട് ആകെ അലമ്പാണ്ട. Q അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ COPക്ക് ഇക്വേഷൻ കൊടുത്തത്. അപ്പൊ വർക്ക് ഡൺ ഞാൻ എടുത്തത് T2 മൈനസ് T1 എന്ന് മാത്രമായിരുന്നു, അത് കംപ്രസറിന്റെ. അങ്ങനെയല്ല എടുക്കേണ്ടത്. പകരം ഈ ഒരു സൈക്കിളിൻ്റെ അകത്ത് കംപ്രസറും ടർബൈനാന്ന് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. തന്നെ ടർബൈനും കംപ്രസറും എന്താന്ന് ഒരുമിച്ച് കപ്പിൾ ചെയ്തിട്ട് വെച്ചിട്ടാണുള്ളത്, ഒരേ ഷാഫ്റ്റിൽ. അതുകൊണ്ട് നമുക്ക് വർക്ക് ഡൺ ചെയ്യുന്ന സമയത്ത് ടർബൈൻ്റെ വർക്ക് മൈനസ് ചെയ്യണം. അതാണ് ഞാൻ
ഇവിടെ കാണിച്ചിരുന്നത്. ഇത് രണ്ടും കൂടി ടർബൈനും കംപ്രസറും കപ്പിൾ ചെയ്ത് വെച്ചിട്ടാണുള്ളതെന്ന് വിചാരിച്ചോളുക. വിചാരിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാനുള്ളത് വെച്ചാൽ ക്യൂ അബ്സോർബ്ഡ്, അതായത് MCP-T1 - T4 ഡിവൈഡ് ബൈ കംപ്രസറിന്റെ വർക്ക് മൈനസ് എക്സ്പാൻഷന്റെ വർക്ക്. ഇങ്ങനെ ചെയ്താലേ നമുക്ക് COP കിട്ടുള്ളൂ. അപ്പൊ എക്സ്പാൻഷന്റെ വർക്ക് വെട്ടിക്കളഞ്ഞോ, നമുക്ക് അതൊന്നും ആവശ്യമില്ല. T1 - T4 ഡിവൈഡ് ബൈ T2 - T1 T3 - T4 കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമ്മളെ ആൻസർ ഒപ്റ്റെയിൻ ചെയ്തു എന്നർത്ഥം. ഇനി ശരിക്കും പറയാനുള്ളത്, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇതേ പ്രോബ്ലത്തിന്റെ അകത്ത് തന്നെ ഞാൻ മാറ്റം വരുത്തിയിട്ട് പറഞ്ഞുതരാം. ഒന്നുമല്ല, ഐസോബാറിക്കിന് പകരം പോളിട്രോപ്പിക് ആയാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ സെയിം ആയിരിക്കും. എൻ്ററിങ് എക്സ്പാൻഷൻ സിലിണ്ടർ ഇതുവരെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതിയ പോയിന്റ് തൊട്ട് ഈ ഒരു എക്സ്പാൻഷൻ സിലിണ്ടർ വരെ ഇത്ര വരെ സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫൈൻഡ് തിയററ്റിക്കൽ COP എന്നായിരിക്കില്ല ഞാൻ പറയാം. അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇതേ പ്രോബ്ലത്തിൽ തന്നെ അത് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്ക് നാളത്തെ ക്ലാസ്സിലേക്ക് കാണാം. ഇന്നത്തെ പ്രോബ്ലം ഇതൊക്കെ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതാണ്, വർക്ക് ഡൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കംപ്രസറും എക്സ്പാൻഷൻ വാളും എന്താന്ന് വിചാരിച്ചോളാം ഒരുമിച്ച് കൂട്ടിക്കെട്ടിട്ടുള്ളതെന്ന് വിചാരിച്ചോളാം. അങ്ങനെ തന്നെയാണ്, ഒരേ ഷാഫ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ -8 വേണം എഴുതാൻ. വർക്ക് ഡൺ എടുക്കുമ്പോൾ കംപ്രസറിന്റെ മാത്രം എടുത്തുകൂടാ, കംപ്രസർ മൈനസ് എക്സ്പാൻഷൻ വാൾ എടുക്കണം. വേറെ ഒന്നും ചിന്തിക്കാനില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു പോയിന്റ് എന്ന് പറയാൻ. അപ്പം ഈ കുക്കറി ഷോന്റെ അകത്തെല്ലാം പറയുന്ന പോലെ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താന്ന് അവസാനമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പോയിന്റിലുള്ള പ്രഷറും ടെമ്പറേച്ചറും മാർക്ക് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പ്രഷർ, ടെമ്പറേച്ചർ. പിന്നെ അതെല്ലാം മാർക്ക് ചെയ്ത്, അപ്പൊ നമുക്ക് അറിയാത്ത രണ്ട് സാധനം ഉണ്ടെന്ന് മനസ്സിലായി. അറിയാത്ത സാധനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സ് എടുത്ത് നമുക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് അറിയാം. ആ റിലേഷൻ വെച്ചിട്ട് വേണം നമുക്ക് അറിയാത്ത ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ. ഇനിയിപ്പോൾ അറിയാത്ത പ്രഷറാണെങ്കിലും ഇത് തന്നെയാണ് മെത്തേഡ്, ഈ വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ ഒന്നുമില്ല, പുഷ്പാണ്. എന്താണ് COP എന്ന് പറഞ്ഞിട്ട് എഴുതുക. COP എന്ന് വെച്ചാൽ ക്യൂ അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഷൻ സിലിണ്ടർ. അത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. കുറെ ആൾക്കാർ ആബ്സെന്റ് ആണെന്ന് തോന്നുന്നു. കാണാനില്ലല്ലോ. എന്ത് പറ്റി? അനങ്ങുന്നില്ല.